നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. മൂന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാൾ വിധി എഴുതുന്നത് 92 മണ്ഡലങ്ങൾ. പ്രധാനമന്ത്രി അയോധ്യയിലേക്ക്. വൈകിട്ട് റോഡ് ഷോ. പൂഞ്ച് ഭീകരാക്രമണത്തിൽ വ്യാപക തെരച്ചിൽ. 6 പ്രദേശവാസികൾ കസ്റ്റഡിയിൽ. ഭീകരർക്ക് സഹായം നൽകിയതായി സൂചന. ജമ്മു കാശ്മീരിൽ അതീവ ജാഗ്രത. എസ് രാജേന്ദ്രനെ സന്ദർശിച്ച് ബി.ജെ.പി. നേതാക്കൾ. സന്ദർശനം മൂന്നാറിലെ വീട്ടിലെത്തിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ. കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ മടങ്ങിയെത്തില്ലേ? തീരുമാനം ഉടൻ വേണ്ടെന്ന് എ.ഐ.സി.സി. സ്ഥാനം തിരികെ വേണമെന്ന് സുധാകരൻ. ഭീതിയായി കള്ളക്കടൽ പ്രതിഭാസം. മുതലപ്പുഴയിലും അഞ്ചുതെങ്കിലും ശക്തമായ തിരമാല. വീടുകളിൽ വെള്ളം കയറി. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ജാഗ്രതയിൽ തീരമേഖല. സംസ്ഥാനത്ത് ചൂട് ഉയർന്നു തന്നെ. 2 ദിവസം കൂടി തുടരും. മറ്റന്നാൾ വേനൽ മഴ ശക്തിപ്പെടാൻ സാധ്യത. വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ്. എറണാകുളത്ത് സ്വകാര്യ ഹോസ്റ്റലിൽ യുവതി പ്രസവിച്ചു. പോലീസിനെ അറിയിച്ച് സുഹൃത്തുക്കൾ. അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. യുവതി ഗർഭിണിയായിരുന്നത് അറിഞ്ഞില്ലെന്ന് സുഹൃത്തുക്കൾ. കെ.എസ്.ആർ.ടി.സി. ഡ്രൈവർ യദുവിനെതിരെ തെളിവുകളുമായി പോലീസ്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ഫോണിൽ സംസാരിച്ചത് 1 മണിക്കൂർ. റിപ്പോർട്ട് പോലീസ് കെ.എസ്.ആർ.ടി.സിക്ക് നൽകും. ഡ്രൈവർക്കെതിരെ പരാതി പറഞ്ഞ നടിയോട് സംസാരിച്ച് ഗതാഗത മന്ത്രി. പീഡനക്കേസിൽ പ്രജ്വൽ രേവണ്ണയെ തിരിച്ചെത്തിക്കാൻ അന്വേഷണ സംഘം. ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിക്കാൻ നടപടി തുടങ്ങി. എച്ച്.ഡി. രേവണ്ണയുടെ ഭാര്യയുടെ മൊഴിയെടുക്കും. ചോദ്യം ചെയ്യലിനു ഹാജരാകാൻ നോട്ടീസ്. ബജറംഗ് പൂനിയയെ സസ്പെൻഡ് ചെയ്ത് നാഡ. നടപടി ട്രയൽസിൽ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ലെന്ന് പൂനിയ. പ്രതികാര നടപടിയെന്നും താരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. CPM നേതാവും ദേവികുളം എം.എൽ.എയുമായിരുന്ന എസ് രാജേന്ദ്രനെ സന്ദർശിച്ച് ബി.ജെ.പി. നേതാക്കൾ. മൂന്നാർ എക്കാനഗറിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീള ദേവി, മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവരാണ് എത്തിയത്. നേരത്തെ രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ രാജേന്ദ്രൻ തന്നെ അത് സ്ഥിരീകരിച്ചിരുന്നില്ല, നിഷേധിച്ചിരുന്നു. പിന്നീട് CPM ഇടുക്കിയിലെ സ്ഥാനാർത്ഥിക്കായി രാജേന്ദ്രൻ പ്രചാരണത്തിറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന്. പ്രിൻസ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. പ്രിൻസ്, രാജേന്ദ്രനെ വീട്ടിലെത്തി കാണുക എന്ന് പറയുന്നത് അതും ബി.ജെ.പി. നേതാക്കൾ അസാധാരണമാണ്, പ്രത്യേകിച്ചും സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? രാജേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടോ? രാജേന്ദ്രന്റെ ഭാഗത്ത് ഒരു കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴും ബി.ജെ.പിയോടുള്ള ഒരു സമീപനം തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചൊക്കെ ബി.ജെ.പിയിലേക്ക് പോകുന്നില്ല, CPM തുടരുമെന്നൊക്കെ രാജേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കൃത്യമായൊരു രാഷ്ട്രീയം ഇവിടെ വ്യക്തമാക്കിയിരുന്നില്ല. പ്രത്യേകിച്ചും പ്രചരണ രംഗത്തൊന്നും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല. പ്രചരണത്തിനായി ജോയ്സ് ജോർജിന്റെ പ്രചരണത്തിനായി മുൻപോട്ട് വരുമെന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും വലിയ തോതിലുള്ള ഒരു പ്രചരണ രംഗത്തേക്ക് രാജേന്ദ്രൻ കടക്കുക എന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഒപ്പം CPM-ന്റെ പ്രാദേശിക നേതൃത്വമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്ന ഇടയ്ക്ക് ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായൊരു ഇടപെടൽ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ രാജേന്ദ്രൻ അക്കാലഘട്ടത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപൊക്കെ വ്യക്തമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ബി.ജെ.പിയുടെ നേതാക്കൾ നേരിട്ട് നഗറിലെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരിക്കുന്നത്. എന്തായാലും അതായത് സമീപകാലത്തായി പ്രിൻസ് രാജേന്ദ്രൻ നമുക്കറിയാം നേരത്തെ ഡൽഹിയിൽ ചില സന്ദർശനങ്ങൾ നടത്തിയിരുന്നു, അത് പിന്നീട് നിഷേധിച്ചിരുന്നു. അതിനുശേഷം CPM അദ്ദേഹത്തെ അണിനയിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതൊന്നും വിജയിച്ചില്ല. അണിനയ ശ്രമങ്ങളോട് വേണ്ട വിധം രാജേന്ദ്രൻ സഹകരിച്ചില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്?
രഞ്ജിത്ത്, തീർച്ചയായും രാജേന്ദ്രൻ കഴിഞ്ഞിടയ്ക്ക് ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു CPM-ന്റെ പ്രാദേശിക നേതൃത്വമായി ഉള്ള പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കപ്പെട്ടില്ല, അതിനൊരു പരിഹാരം കണ്ടെത്തി നൽകിയിട്ടില്ല എന്നൊക്കെ കഴിഞ്ഞിടയ്ക്കും, അതായത് CPM നേതാക്കൾ, സംസ്ഥാന നേതൃത്വം ഒക്കെ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴും പാർട്ടിയിൽ നിന്ന് മാറുന്നില്ല എന്ന് വ്യക്തമാക്കിയപ്പോഴും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തീർന്നിട്ടില്ല, അത് നിലനിൽക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചകൾ ഉണ്ടാകൂ, അല്ലെങ്കിൽ രീതിയിലൊക്കെ പ്രതികരിച്ചിരുന്നു. അതായത് വീണ്ടും BJP-യിലേക്കോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലേക്കോ പോകില്ല എന്നത് വ്യക്തമാക്കാതെ തന്നെ, അതായത് ആവശ്യമെങ്കിൽ മാറും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ BJP-യുടെ നേതാക്കളൊക്കെ ഈ തുടർച്ചയായുള്ള സന്ദർശനങ്ങളും ദേശീയ നേതാക്കളടക്കം BJP സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇപ്പോൾ സംസ്ഥാന നേതാക്കളൊക്കെ വീട്ടിലെത്തി സന്ദർശിക്കുന്ന ഒരു സാഹചര്യം, അതൊക്കെ തന്നെ മുന്നിലേക്ക് വെക്കുന്നത് തീർച്ചയായും രണ്ട് മനസ്സാണ് രാജേന്ദ്രന്, പ്രിൻസ് അല്ലേ? ഏത് സമയത്തും ഒരുപക്ഷെ BJP-യുമായുള്ള സഹകരണം ആരംഭിച്ചേക്കാം, അല്ലെങ്കിൽ BJP പ്രവേശനം ഉണ്ടായേക്കാം. ഈ പ്രധാനപ്പെട്ട ഹരിയെ പോലെയുള്ള മധ്യമേഖലാ നേതാക്കൾ അടക്കം അവിടെ എത്തി കാണുക, വൈസ് പ്രസിഡന്റൊക്കെ എത്തി കാണുക എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഒരു സാധാരണ സന്ദർശനമായി മാത്രം കാണാനാവില്ല. രഞ്ജിത്ത്, തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് അറിവുമായിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ചും BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണകരമായ ഒരു നീക്കമായിരിക്കും രാജേന്ദ്രന്റെ ഒരു നിലപാട്. കൃത്യമായി 3-4 തോട്ട മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് രാജേന്ദ്രൻ. അതുകൊണ്ട് തന്നെ രാജേന്ദ്രനെ എത്രയെങ്കിലും കൂട്ടത്തിൽ BJP-യിലേക്ക് എത്തിക്കുക എന്നത് BJP-യുടെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ നേട്ടമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും തോട്ട മേഖലയിൽ കൃത്യമായ ഒരു ഇടപെടൽ രാജേന്ദ്രന്റെ ഭാഗത്ത് നടത്തുവാൻ രാജേന്ദ്രൻ സാധിക്കും എന്നുള്ളതും വലിയ ഗുണകരമാകും. ഒപ്പം ഈ രാജേന്ദ്രനെ പാർട്ടി CPM-ൽ ഉറപ്പിച്ചു നിർത്താൻ മുൻപ് തന്നെ CPM നേതാക്കൾക്ക് ശ്രമിച്ചിരുന്നു. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് അന്വേഷിച്ചാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ ഇടുക്കിയിൽ ഒപ്പം നിർത്താൻ ശ്രമിച്ചത്. പാർട്ടി വിട്ടുപോകില്ല എന്ന് തന്നെ CPM ജില്ലാ സെക്രട്ടറിയും ഒപ്പം M.M. മണി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ പറയും. ഒപ്പം അവരൊക്കെ പങ്കെടുത്ത വേദിയിൽ രാജേന്ദ്രൻ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും CPM പ്രാദേശിക നേതൃത്വമായി, പ്രത്യേകിച്ച് 3-4 പ്രാദേശിക ഘടകവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്ന് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി കഴിഞ്ഞിടയ്ക്കൊക്കെ ഉണ്ടായി. അത് തന്നെയാണ് ഇപ്പോഴുള്ള സന്ദർശനത്തിന്റെ പ്രാധാന്യം. BJP-യിലേക്ക് അടക്കം വീണ്ടും മടങ്ങാനൊരു BJP-യിലേക്ക് അടക്കം രാജ്യത്തിന് പോകാനുള്ള സാഹചര്യങ്ങൾ കൂടി ഇനി നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. രഞ്ജിത്ത്, ഈ സന്ദർശനം നടത്തി നേതാക്കൾ എത്ര സമയം രാജേന്ദ്രന്റെ വീട്ടിൽ ഇവർ ചെലവഴിച്ചു? ഈ BJP നേതാക്കളും ഈ സംഭവത്തോട് പ്രതികരിക്കാൻ തയ്യാറായില്ല അല്ലേ? തീർച്ചയായും BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ വിശദീകരണം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. മുൻപ് ഈ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു ഗുണ്ടാ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത്. മാവേശ്വരി എന്ന് പറയുന്ന ഒരു തോട്ടം തൊഴിലാളിക്ക് നേരെ ഒരു ഗുണ്ടാക്രമണം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ആ തൊഴിലാളി സ്ത്രീയെയും BJP നേതാക്കൾ സന്ദർശിച്ചിരുന്നു. ഒപ്പമാണ് രാജേന്ദ്രനെയും സന്ദർശിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു സന്ദർശനമാണ് നടത്തിയതെന്നാണ് ഇപ്പോൾ ഇവർ അറിയിക്കുന്നതെങ്കിൽ പോലും സന്ദർശനത്തിന്റെ കൃത്യമായ ഒരു ഉദ്ദേശവും ഇവർ തമ്മിൽ സംസാരം ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടത്തി എന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തമാക്കാൻ ഇതുവരെയും BJP നേതാക്കളും തയ്യാറായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിലൊക്കെ ഇന്ന് ഒരു വ്യക്തത വരുമെന്നും സന്ദർശന ഉദ്ദേശമൊക്കെ വ്യക്തമായി ഇവർ അറിയിക്കുമെന്നും ഒക്കെയാണ് നമുക്ക് കരുതേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് എസ് രാജേന്ദ്രൻ, ദേവികുളം മുൻ MLA, CPM-ന്റെ ആ മേഖലയിലെ സ്വാധീനമുള്ള നേതാവ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട BJP പ്രവേശന ചർച്ചകൾ ദീർഘനാളുകളായി നടക്കുന്നുണ്ട്. പലവിധ അഭ്യൂഹങ്ങളും ഉയർന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അതിനുശേഷമാണിപ്പോൾ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വസതിയിലെത്തി രാജേന്ദ്രനെ കാണുകയും സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിന് തന്നെ ലഭ്യമാകുമെന്ന് കരുതാം. ആരും മനസ്സുറക്കാൻ തയ്യാറായിട്ടില്ല. മറ്റൊരു വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ചൊവ്വാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. 12 സംസ്ഥാനങ്ങളിലെ 94 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ച പോളിംഗ് നടക്കും. അസമിലെ 4 സീറ്റുകളിലും ബീഹാറിലെ 5 സീറ്റുകളിലും ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലും ഗോവയിലെ 2 സീറ്റുകളിലും ഗുജറാത്തിലെ 26 സീറ്റുകളിലും കർണാടകയിലെ 14 സീറ്റുകളിലും മധ്യപ്രദേശിലെ 8 സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ 11 സീറ്റുകളിലും ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലും പശ്ചിമ ബംഗാളിലെ 4 സീറ്റുകളിലും ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയുവിലെ 2 സീറ്റുകളിലും ജമ്മു ആൻഡ് കശ്മീരിലെ 1 സീറ്റിലുമാണ് 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെയ് 7-ന് പോളിംഗ് ബൂത്തിലെത്തുക. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലെ, അധിർ രഞ്ജൻ ചൗധരി അടക്കമുള്ള നേതാക്കളാണ് 3ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. രാമക്ഷേത്ര ദർശനത്തിന് ശേഷം റോഡ് ഷോയും ഉണ്ടാകും. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മോദിയുടെ ആദ്യ അയോധ്യ സന്ദർശനമാണ് ഇത്. വാരണാസിയിൽ മോദി 14-ന് നാമനിർദ്ദേശ പത്രികയും നൽകും. 13-ന് മണ്ഡലത്തിൽ കൂറ്റൻ റോഡ് ഷോ നടത്തും. ജൂൺ 1-നാണ് വാരണാസിയിൽ വോട്ടെടുപ്പ്. തുടർച്ചയായ 3-ാം തവണയാണ് മോദി വാരണാസിയിൽ ജനവിധി തേടുക. കശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേനയുടെ വാഹനങ്ങൾക്ക് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 6 പ്രദേശവാസികൾ കസ്റ്റഡിയിൽ. ഭീകരർക്ക് ഇവർ പ്രാദേശിക സഹായം നൽകിയതായാണ് വിവരം. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. രാഷ്ട്രീയ റൈഫിൾസും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായാണ് നീക്കങ്ങൾ നടത്തുന്നത്. ഇന്നലെ വൈകിട്ട് നടന്ന ആക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യുണ്ടായിരുന്നു. 4 പേർക്ക് പരിക്കുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഷാസിത്താർ മേഖലയിലൂടെ പോകുമ്പോൾ വ്യോമസേനാ വാഹനവ്യൂഹത്തിന് നേരെ ഒരു ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഈ മേഖലകൾ ഉൾപ്പെടുന്ന അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ വോട്ടെടുപ്പ് 25-നാണ്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ബുദലപ്പുഴയിലും അഞ്ചുതെങ്കിലും ശക്തമായ തിരമാല. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് രാത്രി തന്നെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് 3 വീടുകളിലാണ് കടൽ ജലം ഇരച്ചു കയറിയത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ രാവിലെയുള്ള തിരയടിയിൽ തകർന്ന വീടിന് മുന്നിലാണ്. ഇവിടുത്തെ വീട്ടമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് എത്ര മണിക്കായിരുന്നു ഈ വീടിൽ ഇങ്ങനെ വെള്ളം കയറിയത്? രാവിലെ ഒരു 7:30 മണിയായിരുന്നു. നമ്മൾ പള്ളിയിൽ പോണ സമയത്തിലാണ്. അപ്പോൾ മെമ്പർ വന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടലൊക്കെ കയറുന്നുണ്ട്, ഞാൻ നോക്കാൻ വന്നെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സംസാരിച്ചിട്ട് ഇവിടെ വെളിയിൽ നിൽക്കവെയാണ് അന്നേരം കടലടിച്ച് ഇതവിടെ ഇടിഞ്ഞ് ഇങ്ങോട്ട് വന്ന് റോഡ് ഇവിടെ നിന്ന് കയറി റോഡ് ക്രോസായി വന്ന് കടൽ. വളരെ ഈ തിര കയറിയപ്പോൾ തന്നെ വീട് പൊളിഞ്ഞു, അതോ കുറെ കഴിഞ്ഞിട്ടാണ്? ഇല്ല, അന്നേരം തന്നെ ഇടിച്ച് ഇതായി വന്നു. പിന്നെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഇതായി വന്നത്. ഈ പൊളിഞ്ഞു കിടക്കുന്നത് ആ ഭാഗത്തുള്ള കട്ടയാണല്ലേ? അതാണ്. അടിയിൽ മണ്ണൊന്നും ഇല്ല, അടിഭാഗത്തൊന്നും മണ്ണെല്ലാം പോയി. ഇവിടെ ആരൊക്കെ താമസിച്ചിട്ടുണ്ട്? ഇവിടെ ഞാൻ, ഹസ്ബൻഡ്, 2 പിള്ളേര്. അവരൊക്കെ എങ്ങോട്ട് പോയി? ഹസ്ബൻഡ് ഉണ്ട്, പിള്ളേർ 2 പേര് അമ്മയുടെ അവിടെ ആക്കിയിട്ടുണ്ട്. രാത്രി കടലാക്രമണം ഉള്ളോന്ന് അറിഞ്ഞുകൊണ്ട് പിള്ളേരെ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 2 പേരാണ്. സാധനങ്ങൾ ഉള്ളോണ്ട് നമ്മളിത് തുറന്നു കിടക്കുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 പേരും ഇവിടെ സ്റ്റേ ചെയ്തത്. പിള്ളേരെ അവിടെ ആക്കിയായിരുന്നു. ഇത് നേരത്തെ ഇങ്ങനെ ഈ കടലാക്രമണം വരുമ്പോൾ വീട്ടിൽ കർക്കിടക സമയം ആകുമ്പോഴൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അന്നേരം നമ്മൾ ഇതേപോലെ വൃത്തിയാക്കും. പിന്നെ വേറെ വീടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ പേരിൽ സ്ഥലം മേടിച്ചു കൊടുത്തായിരുന്നു. അതിലാണ് ഇപ്പൊ ഭവനം വെച്ചിട്ടിരിക്കുന്നത് ഫിഷറീസ് വഴി 4 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ. പക്ഷെ അവിടെ 2 കെടു പൈസ കിട്ടി, ഇനി ബെൻഡിങ്ങിൽ കിടക്കുകയാണ്. അതുകൊണ്ട് വീട് പണി പൂർത്തിയാകാതിരിക്കുകയാണ്. നമുക്ക് വേറെ താമസിക്കാൻ വേറെ വീടില്ല. മറ്റൊരിടത്ത് ഇങ്ങനെ വീടിന്റെ പണി നടക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. ഇവിടെ ഈ മറ്റു വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ടല്ലോ, അവരൊക്കെ ബുദ്ധിമുട്ടിലാണോ? ഇവിടെ അപ്പുറത്ത് ഒരു വീടുണ്ട്, അവിടെയും കയറുന്നുണ്ട്. പിന്നെ മുഖ്യ വീടുകളും ഇവിടുന്ന് താമസം മാറിയ വീടുകളാണ്. ഇതിപ്പം ആരെങ്കിലും വന്ന് നോക്കിയായിരുന്നോ? നമ്മള് ഇവിടുത്തെ വാർഡ് മെമ്പർ മാത്രം വന്നായിരുന്നു. പിന്നെ ഇതേപോലെ ന്യൂസിൽ ആൾക്കാർ വന്നായിരുന്നു 2 പേര്. ഈ കള്ളക്കടല് സാധാരണ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത്രയും ഇങ്ങനെ വീട്ടിൽ കയറാറുണ്ട്? ഈ മഴക്കാലത്ത് പ്രാവശ്യം കള്ളക്കടൽ വന്നപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്നേരമാണ് ആ ജനലൊക്കെ പൊട്ടിപ്പോയത്. അതിനു മുമ്പ് കർക്കിടക സമയം വരുമായിരുന്നു. അന്നേരം അകത്തുകൂടെ ഇങ്ങനെ കയറി വരുമായിരുന്നു. കിച്ചന്റെ വാതിൽ നിന്ന് വന്നിട്ട് ഫ്രണ്ട് വരെ വരുമായിരുന്നു. അങ്ങ് മൊത്തം നിറയും. എന്നിട്ട് 2-3 ദിവസം, ഒരാഴ്ച, ചിലപ്പോൾ ഒരാഴ്ച കാണും. അന്നേരം നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഈ കള്ളക്കടല് നേരത്തെ ഇങ്ങനെ എപ്പോഴും എല്ലാ വർഷവും ഉണ്ടാവാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന പ്രതിഭാസമാണ് ഈ കള്ളക്കടലെന്ന് ഇത് പേര് കൂടുതലായിട്ട് വരുന്നത്. നേരത്തെ പൊഴിയൂരും പൂവാറും ഒക്കെ നേരത്തെ വരികയും ചെയ്തു, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സാധനങ്ങളൊക്കെ മാറ്റിയോ? സാധനങ്ങൾ റോഡിന്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. വീടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ വെളിയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ നിലയ്ക്കാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതിസന്ധി. കള്ളക്കടൽ പ്രതിഭാസം ജാഗ്രതാ നിർദ്ദേശം അതേപടി നിലനിൽക്കുന്നുണ്ട്. റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും അത് മാറ്റി ഓറഞ്ച് അലർട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ശക്തമായ തിരയടിയുണ്ട്. ഇന്ന് രാത്രി വരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. മത്സ്യബന്ധന യാനങ്ങൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങൾ അതെല്ലാം സുരക്ഷിതമായി വെക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. ഇന്ന് രാത്രി 10:30 വരെ അതിശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിര ഉണ്ടാകാമെന്ന മുന്നറിയിപ്പാണുള്ളത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.
മറ്റു ചില വാർത്തകളിലേക്ക്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കൊച്ചിയുടെ തീരമേഖലകളിലും ജാഗ്രത തുടരുകയാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ഡാനി പോളിന്റെ റിപ്പോർട്ട്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്നുള്ള മുന്നറിയിപ്പ് അത് എല്ലായിടത്തും തന്നെ നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും ജാഗ്രത പാലിക്കുന്നു. കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ച് പരിസരത്താണുള്ളത്. ഇവിടെ സാധാരണഗതിയിൽ ഈ സമയത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ തിരമാലകൾ ഉണ്ട് എന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത്, പരിസരത്തുള്ളവർ പറയുന്നത്. പോലീസിന്റെ ഒരു ജാഗ്രത ഇന്നലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. ഒരു പെട്രോളിംഗ് ജീപ്പ് അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടേക്ക് ആളുകൾ ഇതിലേക്ക് തീരത്തേക്ക് കൂടുതലായിട്ട് തിരകളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് കാണുന്നതിനേക്കാളും കൂടുതൽ തിരമാലകൾ ഇവിടേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും അതിൽ ഒരു മുന്നറിയിപ്പ് സംവിധാനം എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഈ തീരമേഖലയിൽ പൊതുവെ തന്നെയും ഒരു ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവരോട് ഇവിടേക്ക് എത്തുന്നവരോടെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളടക്കം നൽകുന്നത്. ഫോർട്ട് കൊച്ചി ആയതുകൊണ്ട് തന്നെ വിനോദ സഞ്ചാര ഒരു മേഖല കൂടിയാണ്. നമുക്കൊപ്പം ഫോർട്ട് കൊച്ചിയിൽ ഇവിടെ ലൈഫ് ഗാർഡായി നോക്കുന്ന പേരെങ്ങനെയാണ്? സർജൻ. സാധാരണഗതിയിലും ഒരു തിര കൂടുന്ന ഒരു അവസ്ഥയാണോ? എന്താ തോന്നുന്നത്? ഇപ്പൊ ലോ ടൈഡാണ്. ഇപ്പൊ ഹൈ ടൈഡ് 6:12 വൈകുന്നേരം 6:12. സാധാരണഗതിയിൽ ഈ സമയത്ത് കാണുന്നതിനേക്കാൾ ഒരു തിരമാല തെരച്ചിൽ കൂടുതലാണ്. എന്താണ് നമ്മൾക്കെന്ന നിർദ്ദേശം? എങ്ങനെയാണ് ഇന്ന് തന്ന ഈ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ആയതുകൊണ്ട് പോലീസിന്റെ ഒരു ജാഗ്രതയുണ്ട് തീർച്ചയായും. ഇവിടേക്ക് ഇറങ്ങരുതെന്നുള്ള ഉണ്ട്. അവർക്ക് മാറി നിൽക്കാൻ ഇന്നിപ്പോ ബീച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇറങ്ങാൻ പാടില്ല. എത്ര സമയം വരെ ഇതിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ട്? ഇവിടെ നാളെ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ ആളുകളെ ഒന്നും ഇവിടെ നിർത്താതെ നോക്കുവാണോ? ഓക്കെ നേരെ അടിച്ചു കയറുന്നുണ്ട്, ശക്തിയായിട്ട് അടിച്ചു കയറുന്നുണ്ട്. അവരെ വീട് മാറ്റുന്നുണ്ട്, ഇപ്പൊ ബാക്കിലേക്ക് മാറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു മുന്നറിയിപ്പ് അടക്കമുള്ള ഒരു കാര്യങ്ങളിലെല്ലാം നിന്ന് പോകുന്നു. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ, കൊച്ചിയുടെ തീരമേഖലയിൽ നിരവധിയായ മത്സ്യത്തൊഴിലാളികൾ അടക്കമുണ്ട്. അവർക്കെല്ലാം ഈ മുന്നറിയിപ്പ് ബാധകമാണ്. അവരോട് മീൻപിടുത്തത്തിന് പോകുന്നതിനടക്കം ഒപ്പം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രതയോടുകൂടി തന്നെ കടന്നു പോകണം എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും കൊച്ചിയിൽ ഇതാണ് ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ ചെല്ലാനം, വൈപ്പിൻ മേഖലകളിലാണ് കൂടുതലായും തന്നെയും തീരമേഖലകളുള്ളത്. മീൻപിടുത്തക്കാർ, മത്സ്യത്തൊഴിലാളികൾ കൂടുതലായുമുള്ള ഒരു പ്രദേശമെല്ലാം തന്നെ ഇവിടെയാണ്. ഹാർബറുകൾ ഇവിടെയാണ്. ഇവിടങ്ങളെല്ലാം തന്നെ അങ്ങനെയൊരു നിയന്ത്രണത്തിലും കടുത്ത മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുമാണ് ഈ സമയം കടന്നുപോകുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. പാലക്കാട് ജില്ലയിൽ 2 ദിവസം കൂടി താപനില ഉയർന്നു തന്നെ. 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 3 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ്. പീക്ക് സമയത്തെ ആവശ്യകതയിൽ മാറ്റമില്ല. ഇന്നലെ 112.525 ദശലക്ഷം യൂണിറ്റാണ് ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ ആവശ്യകത 5754 മെഗാവാട്ടാണ്. നിയന്ത്രണങ്ങൾ പീക്ക് സമയ ആവശ്യകത കുറയ്ക്കുന്നില്ലെന്ന് വൈദ്യുതി ബോർഡ് പറഞ്ഞു. എറണാകുളത്ത് സ്വകാര്യ ഹോസ്റ്റലിൽ യുവതി പ്രസവിച്ചു. യുവതിയുടെ സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അമ്മയെയും കുഞ്ഞിനെയും പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. 6 പേരടങ്ങുന്ന മുറിയിലാണ് യുവതി താമസിച്ചിരുന്നത്. യുവതിയുടെ അനാരോഗ്യം ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്തുക്കൾ കാര്യം അന്വേഷിച്ചുവെങ്കിലും മറ്റാരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് യുവതി ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഹോസ്റ്റലിലെ ശുചിമുറിയിൽ കയറി കതകടച്ച യുവതി ഏറെ നേരത്തിന് ശേഷവും പുറത്തിറങ്ങാതായതോടെയാണ് സുഹൃത്തുക്കൾ വാതിൽ തട്ടി വിളിച്ചത്. തുറക്കാതായതോടെ 6 പേരും ഒരുമിച്ച് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച ആൺകുഞ്ഞിനെയും യുവതിയെയും കണ്ടെത്തുന്നത്. തുടർന്ന് ഇവർ നോർത്ത് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ആൺ സുഹൃത്തിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്ന് യുവതി പോലീസിനെ അറിയിച്ചു. ആൺ സുഹൃത്തിന്റെ വീട്ടുകാരെയും യുവതിയുടെ വീട്ടുകാരെയും പോലീസ് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവർ ഉടൻ തന്നെ എറണാകുളത്തേക്ക് എത്തും. ഇരുവരും കൊല്ലം സ്വദേശികളാണ്. എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് യുവതി. കുഞ്ഞും അമ്മയും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്നും പോലീസ് അറിയിച്ചു.
കെ സുധാകരന് KPCC അധ്യക്ഷ സ്ഥാനം കൈമാറുന്നതിൽ ആശയക്കുഴപ്പം. ചുമതല എപ്പോൾ കൈമാറുമെന്ന് തീരുമാനിക്കാൻ വീണ്ടും യോഗം ചേരും. അധ്യക്ഷ സ്ഥാനം തിരികെ വേണമെന്ന ആവശ്യത്തിൽ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ KPCC അധ്യക്ഷന്റെ ചുമതല MM ഹസന് കൈമാറിയ കെ സുധാകരൻ ഇന്നലെ തലസ്ഥാനത്തേക്ക് തിരികെയെത്തിയത് KPCCയുടെ നേതൃയോഗത്തിൽ അദ്ദേഹത്തിന്റെ പദവിയിലേക്ക് തിരികെ എത്താമെന്ന പ്രതീക്ഷയോടെയായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭാവികളും ഒപ്പമുണ്ടായിരുന്നവരും എല്ലാവരും ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അതിൽ അനിശ്ചിതത്വം നേരിടുന്നുവെന്ന നിർണായകമായ വിവരങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അവിടെ പ്രധാനമായി ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കൂടി വന്നതിന് ശേഷം മാത്രം KPCC അധ്യക്ഷ സ്ഥാനം കെ സുധാകരന് തിരികെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിയാൽ മതി എന്ന നിലപാടിലേക്ക് നേതാക്കളിൽ ഒരു വിഭാഗം എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തായാലും കെ സുധാകരനോട് ഒപ്പമുള്ളവർ ഏറ്റവും ഒടുവിൽ നൽകുന്ന സൂചനകൾ അനുസരിച്ച് 7-ാം തീയതി ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ നേതൃത്വം കൂടിയാലോചനകൾ നടത്തിയ ശേഷമായിരിക്കാം ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് അനുഭാവപൂർണമായ ഒരു തീരുമാനം കെ സുധാകരനെ വീണ്ടും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം വരുമെന്ന പ്രതീക്ഷയിലാണ് സുധാകരൻ ക്യാമ്പുള്ളത്. മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ അത് കോൺഗ്രസിനുള്ളിൽ നേതാക്കൾക്കിടയിൽ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടാകും. സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ് ഇനി കോൺഗ്രസിന് മുമ്പിലുള്ള ലക്ഷ്യം. അതിനെ നയിക്കാൻ സുധാകരൻ പ്രാപ്തനല്ല എന്ന നിലപാടുമായി ഒരു വിഭാഗം നിലയുറപ്പിക്കുമ്പോൾ കെ സുധാകരനെ അനുകൂലിക്കുന്ന പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം, നേതാക്കളിൽ ബഹുഭൂരിപക്ഷം അവർ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വെത്തുന്ന സാഹചര്യമുണ്ടാകും. അത് സംഘടനയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. അതുകൊണ്ട് എടുത്തുചാടി സുധാകരനെതിരെ അത്തരമൊരു നീക്കം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. പക്ഷേ താൽക്കാലികമായെങ്കിലും അദ്ദേഹത്തിന് KPCC അധ്യക്ഷന്റെ ചുമതല കൈമാറുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. MK രാഘവൻ തനിക്കെതിരെ KPCC യോഗത്തിൽ വിമർശനം ഉയർത്തിയെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് T സിദ്ദിഖ്. പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ബോധപൂർവമായി നടക്കുന്ന പ്രചാരണമാണിത്. പ്രചരണരംഗത്ത് T സിദ്ദിഖിൽ നിന്നും സഹകരണമുണ്ടായില്ലെന്ന വിമർശനമാണ് ഇന്നലെ ചേർന്ന KPCC യോഗത്തിൽ MK രാഘവൻ ഉന്നയിച്ചത്. ഇന്നലെ ശ്രീ MK രാഘവൻ KPCC മീറ്റിംഗിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ശ്രീ MK രാഘവൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും നല്ല പിന്തുണ കിട്ടി, ഒറ്റക്കെട്ടായ പ്രവർത്തനം നടന്നു, നല്ല വിജയം കോഴിക്കോട് ഉണ്ടാകും എന്നാണ് ബഹുമാന്യനായ ശ്രീ MK രാഘവൻ മീറ്റിംഗിൽ പ്രസംഗിച്ചത്. ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരാൾ SMS അയക്കുകയാണ്, നിങ്ങൾക്കെതിരായി MK രാഘവൻ മീറ്റിംഗിൽ ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വാർത്ത നോക്കി. തൃശ്ശൂരിൽ ജോസ് വള്ളൂരിനെയും TM പ്രതാപനെയും ഇരുത്തി മുരളീധരൻ വിമർശിച്ചു. MK രാഘവൻ ഞാൻ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ ആഞ്ഞടിച്ചു. ഇതാണ് വാർത്ത. ഇത് രണ്ടും തെറ്റാണ്. അവിടെ വെച്ച് തന്നെ ആ മാധ്യമ പ്രവർത്തനോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ഫേസ്ബുക്ക് ഇട്ടു, ചേവായൂർ ബാങ്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനം അതേ മീറ്റിംഗിൽ റൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളൊക്കെ റൈസ് ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. അതല്ലാതെ ഒരു കേസും പറഞ്ഞിട്ടില്ല. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ യദുവിനെതിരെ പോലീസ് KSRTCക്ക് റിപ്പോർട്ട് നൽകും. സംഭവ ദിവസം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ 1 മണിക്കൂറോളം യദു ഫോണിൽ സംസാരിച്ചു. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാട്ടിയാകും റിപ്പോർട്ട്. ഡ്രൈവിംഗിനിടെ യദു കാണിക്കുന്ന മോശം പ്രവണതകളെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മേയറുമായുള്ള തർക്കം, മേയറുടെ കുടുംബവുമായുള്ള തർക്കം നടക്കുന്ന ദിവസം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടെ ഏതാണ്ട് 1 മണിക്കൂറോളം യദു ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പരമാവധി 2 ഇടങ്ങളിലൊക്കെയാകും ഹാൾട്ട് ഉണ്ടാകുക. അവിടെ തന്നെ 10 മിനിറ്റ് വീതമാണെങ്കിലും 20 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് ഫോൺ കോൾ നടന്നിരിക്കുന്നു. കൂടുതൽ സമയം ഫോൺ വിളിച്ചിരിക്കുന്നു. ഇത് തന്നെ പല കോളുകളാണ്. അതായത് ഡ്രൈവിങ്ങിനിടയിൽ യദു ഫോൺ ഉപയോഗിച്ചിരിക്കുന്നു. അതും ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് ഈ ഡ്രൈവിംഗ് സമയത്തിനിടയിൽ സംസാരിച്ചു എന്നത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ പോലീസിന്റെ നടപടിയായി പ്രത്യേകിച്ചില്ല. പകരം പോലീസ് ഈ കാര്യങ്ങൾ വിശദമാക്കി KSRTCക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. KSRTCയുടെ ആഭ്യന്തര വിഭാഗത്തിന്റെ അന്വേഷണം ഇതിനകം തന്നെ പല കാര്യങ്ങളിലായി നടക്കുന്നുണ്ട്. നേരത്തെ ചലച്ചിത്ര താരം നൽകിയ പരാതിയുണ്ട്. അതിൽ യദു നിഷേധിച്ചിരുന്നു. തൃശ്ശൂർ വരെ പോകുന്ന താൻ എങ്ങനെയാണ് കുന്നംകുളത്ത് അപമര്യാദയെ പെരുമാറുന്നതെന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ KSRTCയുടെ രേഖകൾ പുറത്തു വന്നപ്പോൾ ആ സമയത്ത് യദു തന്നെയാണ് ബസ് ഓടിച്ചിരുന്നതെന്ന് കണ്ടെത്തി. മാത്രവുമല്ല തൃശ്ശൂരിനപ്പുറത്തേക്ക്
യദുവിൻ്റെ അന്നത്തെ സർവീസ് ഉണ്ടായിരുന്നു എന്ന കാര്യവും രേഖകളിൽ നിന്ന് വ്യക്തമാണ്. ഈ തരത്തിൽ പല മൊഴികൾ മാറ്റിപ്പറയുകയും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അറിയില്ലെന്നോ മറന്നുപോയെന്നോ ഉള്ള മറുപടികൾ നൽകുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അതേസമയം നേരത്തെ തന്നെ മറ്റൊരു അഭിഭാഷകൻ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കോടതി മേയർക്കും അതോടൊപ്പം തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് MLA സച്ചിൻ ദേവ് അടക്കം 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. യദുവിൻ്റെ ഹർജി പിന്നീടാകും കോടതി പരിഗണിക്കുക. BV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. 4.5 പതിറ്റാണ്ട് തൃശൂർ പൂരത്തിന്റെ ഭാഗമായിരുന്നു. പൂരത്തിന് ഇലഞ്ഞിത്തറയിലും പെരുവനം, ആറാട്ടുപുഴ, തൃപ്പൂണിത്തുറ, കൂടൽമാണിക്യം തുടങ്ങി കേരളത്തിലെ പ്രമുഖ മേളങ്ങളിലെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്നു. 2021 തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിലാണ് അവസാനമായി പങ്കെടുത്തത്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, ശ്രീരാമപാദ സുവർണമുദ്ര, കലാചാര്യ, വാദ്യമിത്ര, ധന്വന്തരി തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ഹാസൻ MP പ്രജ്വൽ രേവണ്ണ കീഴടങ്ങിയേക്കും. UAE-യിൽ നിന്ന് ബംഗളൂരു വിമാനത്താവളത്തിലെത്തുമെന്നാണ് സൂചന. പിതാവ് HD രേവണ്ണ അറസ്റ്റിലായ സാഹചര്യത്തിലാണ് പ്രജ്വലിന്റെ മടക്കമെന്നും സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ലൈംഗിക പീഡന കേസിൽ ജനതാദൾ S നേതാവും MLA-യുമായ HD രേവണ്ണയെ അറസ്റ്റ് ചെയ്തത്. വീട്ടിലെ ജോലിക്കാരിയോട് ലൈംഗിക അതിക്രമം കാണിച്ചുവെന്നാണ് കേസ്. അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയെന്നും ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന മറ്റൊരു കേസിലും രേവണ്ണയ്ക്കെതിരെ ഉണ്ട്. രേവണ്ണയുടെ മകനായ പ്രജ്വൽ ചിത്രീകരിച്ച അശ്ലീല വീഡിയോയിൽ ഉൾപ്പെട്ട സ്ത്രീയെ രേവണ്ണയുടെ സഹായികൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പരാതിയുണ്ടായിരുന്നു. ട്രയൽസിൽ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഗുസ്തി താരവും ടോക്കിയോ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവുമായ ബജറംഗ് പൂനിയയെ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി സസ്പെൻഡ് ചെയ്തു. മാർച്ചിൽ സോനിപത്തിൽ നടന്ന ട്രയൽസിൽ താരം മൂത്രത്തിന്റെ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിരുന്നു. സസ്പെൻഷനിലായ അതിനാൽ ടൂർണമെന്റുകളിലോ ഒളിമ്പിക്സിന് മുന്നോടിയായുള്ള ട്രയൽസിലോ അദ്ദേഹത്തിന് പങ്കെടുക്കാനാവില്ല. ബജാജ് ഓട്ടോയുടെ മുൻനിര ബൈക്കായ പൾസറിന്റെ പുതിയ മോഡലായ NS 400Z നിരത്തിലിറക്കി. വ്യത്യസ്തമായ സ്പോർട്ടി ഡിസൈനും പ്രകടനവും ഉറപ്പു നൽകുന്നതാണ് പുതിയ മോഡൽ. 2023 മാർച്ചിൽ പുറത്തിറങ്ങിയ NS സീരീസിലെ ഏറ്റവും പുതിയ മോഡലാണ് ഇത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലാണ് NS 400Z നിരത്തിലിറക്കിയിരിക്കുന്നത്. ടേൺ ബൈ ടേൺ നാവിഗേഷൻ, മ്യൂസിക് കൺട്രോൾ, റൈഡർ ഫോക്കസ് എന്നിവയ്ക്കായി ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുമുണ്ട്. ക്രമീകരിക്കാനാവുന്ന ലിവറുകളും വലിയ ഡിസ്ക് ബ്രേക്കുകളും പുതിയ മോഡലിനെ വ്യത്യസ്തമാക്കുന്നു. 4 നിറങ്ങളിൽ 400Z ലഭിക്കും. 1.85 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വില. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് 6570, പവന് 52,560. ഗ്രാമിന് സ്വർണം 18 ക്യാരറ്റ് 5490, പവന് 43,920. വെള്ളി ഗ്രാമിന് 87, കിലോയ്ക്ക് 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.